ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് സി പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ എടുക്കുന്ന രണ്ട് മെട്രിക്സ് ആണ് എയും ബിയും. അപ്പോൾ എ ആണ് എൻ്റെ ആദ്യത്തെ മെട്രിക്സ്, ബി ആണ് എൻ്റെ രണ്ടാമത്തെ മെട്രിക്സ്. അപ്പം ഈ ആദ്യത്തെ മെട്രിക്സിൻ്റെ സൈസ്, ആദ്യത്തെ മെട്രിക്സിലുള്ള എലമെൻറ്റ്സ് ആണ് 3 2 1 4 2 3 5 1 6. ഇത് 0 0 എന്ന് പറയുന്ന എലമെൻറ്റ് പൊസിഷനിലാണ് 3, 0 1 2, 0 2 1. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താ, റോയും, സെക്കൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോളവും. അപ്പം ഇത് 0th റോയിലെ 0th കോളം, 0th റോയിലെ ഫസ്റ്റ് കോളം, 0th റോയിലെ സെക്കൻഡ് കോളം. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് വരുന്നത്. അടുത്തത് വരുമ്പോൾ ഫസ്റ്റ് റോയിലെ 0th കോളം എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ അങ്ങനെയാണിത് റെപ്രസെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ സൈസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ ഇൻറ്റു കോളമാണ്. അതായത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ 3/3 എന്നാണ് നമ്മൾ ഇത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എ റോയും, കോളം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എ കോളുമാണ്. അപ്പം എ റോ ഇൻറ്റു എ കോളാണ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. 3/3 3/2 എന്നൊക്കെ നമ്മൾ മെട്രിക്സിൻ്റെ സൈസ് പറയത്തില്ലേ, അതുപോലെ തന്നെ എ റോ ഇൻറ്റു എ കോളം. അപ്പം ഈ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു 3/3 മെട്രിക്സ് ആണ്, 3 റോയും 3 കോളമുള്ള മെട്രിക്സ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി റോ ആൻഡ് ബി കോൾ. അപ്പോൾ ഈ രണ്ട് വാല്യൂ വെച്ചിട്ടാണ് രണ്ടാമത്തെ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെട്രിക്സിൻ്റെ പ്രോഗ്രാം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ആ മെട്രിക്സിൻ്റെ വാല്യൂസിനെ റീഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഏതൊരു മെട്രിക്സിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോഴും, ഇപ്പോൾ മെട്രിക്സ് അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും മെട്രിക്സ് സബ്ട്രാക്റ്റ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ മെട്രിക്സിനെ റീഡ് ചെയ്യണം. അപ്പം മെട്രിക്സിനെ നമ്മൾ ഇപ്പം എക്സാമ്പിൾ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വോയിഡ് മെയിനോ ഇൻറ്റു മെയിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെട്രിക്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ മെട്രിക്സ് ഇൻറ്റ് എ, അപ്പോൾ അതിൻ്റെ മാക്സിമം സൈസ് ഞാൻ 50 എന്ന് കൊടുക്കുവാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മെട്രിക്സ്. ഇപ്പോൾ രണ്ടാമത്തെ മെട്രിക്സ് ബി ആണെങ്കിൽ അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 50 ഇതാണ് എൻ്റെ രണ്ടാമത്തെ മെട്രിക്സ്. ഇൻ അഡീഷൻ ഈ മെട്രിക്സ് കൂടാതെ നമുക്ക് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ വേണം, ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം വേണം. അപ്പോൾ അത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ റോ എന്ന് പറയുന്ന വേരിയബിളും അതുപോലെ തന്നെ എ കോൾ എന്ന് പറയുന്ന വേരിയബിളും. ഇനി രണ്ടാമത്തെ മെട്രിക്സ് അതായത് ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി റോ എന്ന് പറയുന്ന വേരിയബിളും അതുപോലെ തന്നെ ബി കോൾ എന്ന് പറയുന്ന വേരിയബിളും. അപ്പോൾ ഇത്രയും വേരിയബിൾസാണ് മെയിനായിട്ടും ഒരു മെട്രിക്സിന് വേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ എ മെട്രിക്സിൻ്റെ എ റോയും എ കോളും, ബി മെട്രിക്സിൻ്റെ ബി റോയും ബി കോളും. അപ്പോൾ അതാണ് മെട്രിക്സിന് അത്രയും വേരിയബിൾസാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് ആ മെട്രിക്സിൽ എത്ര റോയും കോളവും ഉണ്ടെന്ന് അറിയണം. അപ്പോൾ പ്രിൻ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ മെട്രിക്സിൻ്റെ മെസ്സേജ് കൊടുക്കുക, എൻ്റർ റോ ആൻഡ് കോളം ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ റോയും കോളവും എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. സോ സ്കാൻഎഫ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, മോഡ് ഡി കോമ ആംബ്രസെൻറ്റ് എ റോ എ കോൾ. ഓക്കെ, അപ്പം റോയും കോളവും ആദ്യത്തെ മെട്രിക്സിൻ്റെ വാങ്ങിച്ചു. സെയിം തന്നെ വേണം നമ്മൾ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും കോളവും വാങ്ങിക്കണം. അപ്പോൾ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് രണ്ടാമത്തേലും നമ്മൾ എഴുതുന്നത്. എന്താ, പ്രിൻ്റ് ഓഫ് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും കോളവും, എൻ്റർ റോ ആൻഡ് കോൾ ഓഫ് ബി, ദെൻ ഓക്കെ. സോ സെയിം വേയിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും കോളവും വാങ്ങിക്കും. അത് ബി റോ ബി കോളം. അപ്പോൾ ഏത് മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് റീഡ് റോ ആൻഡ് കോളം. അപ്പം ഏത് മെട്രിക്സ് ആണെങ്കിലും അതൊന്നെങ്കിലും ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ 4/4 മെട്രിക്സ് ആയിരിക്കും. അപ്പം അതിൻ്റെ റോയും കോളവും. അപ്പം ഒരു മെട്രിക്സിന് ആദ്യം വാങ്ങിക്കേണ്ടത് അതിൻ്റെ റോ വാല്യൂവും കോളം വാല്യൂവും ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ രണ്ട് മെട്രിക്സിനെയും റീഡ് ചെയ്യണം. അപ്പം സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് റീഡ് മെട്രിക്സ് എലമെൻറ്റ്സ്.
മെട്രിക്സ് എലമെൻസിനെ റീഡ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ പ്രൊസീജിയർ. സോ മെട്രിക്സ് എലമെൻസിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിൻ്റ് എഫ് കൊടുത്തു. എൻ്റർ എലമെൻറ്റ്സ് ഓഫ് എ, എൻ്റർ എലമെൻറ്റ്സ് ഓഫ് എ. ഓക്കെ, സോ എൻ്റർ എലമെൻറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞു. ദെൻ മെട്രിക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഫോർ ലൂപ്പാണ്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എ റോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ എന്ന് പറയുന്നത് എപ്പോഴും റോയ്ക്ക് വേണ്ടിയിട്ടാണുള്ളത്. ദെൻ അടുത്ത ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഫോർ ലൂപ്പ്. ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ എ കോൾ. ഓക്കെ, ദെൻ ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ഈ 2 ഫോർ ലൂപ്പിനകത്ത് വേണം ഒരു മെട്രിക്സിനെ റീഡ് ചെയ്യാൻ. മെട്രിക്സിനെ റീഡ് ചെയ്യാനുള്ള കോഡ് സ്കാൻഎഫ് മോഡ് ഡി കോമ ആംബ്രസൻറ്റ് എ ഓഫ് ഐ ജെ. ഓക്കെ, 2 ഫോർ ലൂപ്പും ക്ലോസ് ചെയ്തു. അപ്പം ആ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെട്രിക്സിലാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ് 3 ആണ്. അപ്പോൾ അവിടെ ഐ 0 ആണ്, ജെ 0 ആണ്. അപ്പം ഐയുടെ വാല്യൂ 0, ഐ ലെസ് ദാൻ എ റോ വരുമ്പോൾ ജെയുടെ ലൂപ്പിൽ കയറും. ജെയുടെ വാല്യൂ 0, ജെ ലെസ് ദാൻ എ കോൾ വന്നു. ദെൻ എ ഓഫ് ഐ ജെ. എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത് എ ഓഫ് 0 0. അപ്പോൾ 0 0 പൊസിഷനിലുള്ള വാല്യൂ ഞാൻ എൻ്റർ ചെയ്തു 3. അപ്പോൾ 3 അവിടെ റീഡ് ആകും. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യും? അകത്തെ ലൂപ്പാണ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജെയുടെ ലൂപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 1 ആകും. ദെൻ 1 ലെസ് ദാൻ, ഞാനിപ്പോൾ 3 ആണ്, 3/3 മെട്രിക്സ് ആണ് ഞാൻ റീഡ് ചെയ്യുന്നതെങ്കിൽ, റോയുടെയും കോളത്തിൻ്റെയും വാല്യൂ ഞാൻ 3/3 ആണ് കൊടുത്തതെങ്കിൽ ഒരു 3/3 മെട്രിക്സാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ജെ ലെസ് ദാൻ, അതായത് 1 ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പം എ ഓഫ് ഐ ജെ. എ ഓഫ് ഐ ജെ എന്ന് പറയുമ്പോൾ ഐ ഇപ്പോഴും 0 തന്നെയാണ്, ജെയുടെ വാല്യൂ മാത്രമേ ഇൻക്രിമെൻ്റ് ആയിട്ടുള്ളൂ. സോ നെക്സ്റ്റ് റീഡ് ചെയ്യുന്ന എലമെൻറ്റ് എ ഓഫ് 0 1 ആയിരിക്കും. അതിനുശേഷം വീണ്ടും ജെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐ 0 തന്നെയാണ്. നെക്സ്റ്റ് റീഡ് ചെയ്യുന്നത് എ ഓഫ് 0 2 ആണ്. അതിനുശേഷം വീണ്ടും ജെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും കണ്ടീഷൻ ഫോൾസ് ആകും. അതായത് 3 ലെസ് ദാൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് എന്ത് പറ്റും? ലൂപ്പിന് പുറത്തു പോകും. ലൂപ്പിന് പുറത്തു പോയിട്ട് എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ലൂപ്പിനകത്ത് വരും. അറ്റ് ദാറ്റ് ടൈം ജെ ഈസ് 0. സോ അടുത്ത എലമെൻറ്റ് റീഡ് ചെയ്യുന്നത് ഐയുടെ വാല്യൂ 1 ആയിട്ടുള്ള 1 0. ദെൻ ഇനി ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് 1 1, എ ഓഫ് 1 2. ഓക്കെ, അപ്പോൾ 2 ആകുമ്പം ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, 3 ആകും. 3 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ജെ ലൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആകും. 2 ലെസ് ദാൻ എ റോ ആണ് കണ്ടീഷൻ. അത് 2 ലെസ് ദാൻ 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും എന്ത് ചെയ്യും? ജെയുടെ ലൂപ്പിനകത്ത് കയറും. ജെയുടെ ലൂപ്പിനകത്ത് കയറി അടുത്ത എലമെൻറ്റ് റീഡ് ആവുന്നത് എന്താ? എ ഓഫ് 2 0, എ ഓഫ് 2 1, എ ഓഫ് 2 2. അങ്ങനെ എല്ലാ എലമെൻസിനും എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അതായത് 0 0 0 1, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 0 0 0 1 0 2, എ ഓഫ് 1 0, എ ഓഫ് 1 1 1 2, എ ഓഫ് 2 0, എ ഓഫ് 2 1, എ ഓഫ് 2 2. അങ്ങനെയുള്ള ലാസ്റ്റ് എലമെൻറ്റ് വരെ എന്ത് ചെയ്യും? ആ മെട്രിക്സിൽ റീഡ് ആവും. ഓക്കെ, അങ്ങനെ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ മെട്രിക്സും റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെട്രിക്സിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെസ്സേജ് എഴുതും. പ്രിൻ്റ് എഫ് എൻ്റർ എലമെൻറ്റ്സ് ഓഫ് ബി, എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് ബി. സെയിം ലൂപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോ എന്ന് പറയുന്നത് ബി റോയാണ്. ഐ ലെസ് ദാൻ ബി റോ, ഐ പ്ലസ് പ്ലസ്. ദെൻ അതിനകത്ത് അടുത്ത ഫോർ ലൂപ്പ് കയറും. ഫോർ ജെ ഈക്വൽ ടു 0, ജെ കോളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ജെ ലെസ് ദാൻ ബി കോൾ, ജെ പ്ലസ് പ്ലസ്. ഓക്കെ, ദെൻ സ്കാൻഎഫിനകത്ത് മോഡ് ഡി കോമ ആംബ്രസൻറ്റ് ബി ഓഫ് ഐ ജെ. ഓക്കെ, സോ ബി ഓഫ് ഐ ജെ ഇട്ട് റീഡ് ചെയ്യും. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ നടക്കും. ബി ഓഫ് 0 0 റീഡാകും, ബി ഓഫ് 0 1 റീഡാകും, ബി ഓഫ് 0 2 റീഡാകും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ജെയുടെ ലൂപ്പ് കഴിയും. പിന്നെ ഐ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ ബി ഓഫ് 1 0 1 1
1 2. ഓക്കെ, അതിനുശേഷം 2 0 2 1 2 2. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിയുടെ 0 0 0 1 0 2 1 0 1 1 1 2 ആ എലമെൻസിനെല്ലാം എന്ത് ചെയ്യും? റീഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ആദ്യം റോയും കോളവും റീഡ് ചെയ്യണം, അതിനുശേഷം മെട്രിക്സിലെ എലമെൻറ്റ്സ് റീഡ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഈ റോ എടുത്ത് ഈ റോയും ഈ കോളവും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യും? 0 0 എന്ന് പറയുന്ന എലമെൻറ്റും ജെയുടെ, അതായത് എയുടെ 0 0യും ബിയുടെ 0 0യും കൂടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് എയുടെ 0 1ഉം ബിയുടെ 1 0യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് എയുടെ 0 2ഉം ബിൻ്റെ 2 0യും കൂടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് കിട്ടുന്ന 16 ആണ് നമ്മുടെ പ്രൊഡക്റ്റ് മെട്രിക്സ്, റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ 0 0 എന്ന് പറയുന്ന ലൊക്കേഷനിലെ വാല്യൂ. അപ്പം നമുക്കറിയാം, രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, എയുടെ റോ ക്രോസ് ബിയുടെ കോളം, എ റോ ബൈ ബി കോളം ആയിരിക്കും റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ എന്ത്? ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് റിസൾട്ടൻ്റ് മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പം ഐയുടെ ലൂപ്പ് എവിടം വരെ പോകും? എ റോ വരെയും ജെയുടെ ലൂപ്പ് റിസൾട്ടൻ്റ് മെട്രിക്സിൽ ബി കോളം വരെ പോകും. അപ്പം മെട്രിക്സിൽ എപ്പോഴും ഓർക്കേണ്ടത്, മെട്രിക്സിന് 2 ലൂപ്പ് വേണം, ഐക്ക് റോയും ജെയ്ക്ക് കോളവും. റിസൾട്ടൻ്റ് മെട്രിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിൽ ഐയുടെ റോയും ജെയുടെ കോളവും. ഓക്കെ, അപ്പം ഇനി ഇതാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് വരുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന ഫോർ ലൂപ്പ് ഐയുടെ ഫോർ ലൂപ്പാണ്. I0 I ലെസ് ദാൻ എ റോ I പ്ലസ് പ്ലസ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എ റോ. ദെൻ നെക്സ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ജെയുടെ ലൂപ്പാണ്. ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ബി കോളം ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ജെ റിലേറ്റ് ചെയ്യുന്നത് ബിയുടെ കോളവുമായിട്ടാണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് എഴുതുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതും റീഡ് ചെയ്യുന്ന ലൂപ്പ് തമ്മിൽ മാറിപ്പോകരുത്. റീഡ് ചെയ്യുമ്പോൾ എ ആണെങ്കിൽ എയുടെ റോയും എയുടെ കോളവും, ബി ആണെങ്കിൽ ബിയുടെ കോളവും ബിയുടെ റോയും ബിയുടെ കോളവും. റിസൾട്ടൻ്റ് മെട്രിക്സ്, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എയുടെ റോയും ബിയുടെ കോളവും. അപ്പോൾ നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്ന മെട്രിക്സിൻ്റെ, അതായത് പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എയുടെ റോയും ബിയുടെ കോളവും തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴും യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഒരു കേസിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ 0 0യും 0 0യും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ കളർ കൊടുത്തേക്കുന്ന, ഈ ഒരു പർപ്പിൾ കളർ കൊടുത്തേക്കുന്ന എല്ലാം ഐയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ബ്ലൂ ഷെയ്ഡ് കൊടുത്തതെല്ലാം ജെയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ റോയും ആദ്യത്തെ കോളം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റോയുടെ വാല്യൂ ഒന്നും ചേഞ്ച് ഇല്ല, അതായത് ഐയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ തന്നെ ജെയുടെ വാല്യൂ എന്താ? എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ രണ്ടാമത്തെ വാല്യൂവിന് എന്തുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. 0 1 2. അതുപോലെ തന്നെ ഇവിടെ 0 1 2. ഓക്കെ, മനസ്സിലായോ? അപ്പം നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇതൊന്ന് എഴുതി വെക്കുക. ഇതൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. 0 0 0 1 0 2 0 0 1 0 2 0. അപ്പം നിങ്ങൾ ആ മെട്രിക്സ് എഴുതുന്ന ഓർഡർ തന്നെ അങ്ങനെ ഒന്ന് എഴുതി വെച്ച് നോക്കുക. എഴുതി വെച്ചതിന് ശേഷം ഇവിടെ ഈ ബ്ലാക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ലൂപ്പാണ്. ഈ ഒരു ലൂപ്പ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ വേണം, അത് കെ ആണ്. സോ കെയുടെ വാല്യൂ ആണ് ഇവിടെ എപ്പോഴും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇനിഷ്യലി കെയുടെ വാല്യൂ 0 ആയിരിക്കും. കെയുടെ വാല്യൂ പോകുന്നത് ബിയുടെ റോ വരെയാണ് കെയുടെ മാക്സിമം വാല്യൂ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബി ഉണ്ട്, ബിയുടെ റോയിൻ്റെ മാക്സിമം വാല്യൂ വരെയാണ്, അല്ലെങ്കിൽ എയുടെ കോളം വരെ പോകാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് കൊടുത്താലും കുഴപ്പമില്ല. സോ കെയുടെ വാല്യൂ ലെസ് ദാൻ ബിയുടെ റോ വരെ കെ പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ലൂപ്പുകൾ. ഐ എ റോ വരെ, ജെ ബി കോളം വരെ, കെയുടെ വാല്യൂ ബി റോ വരെ. അപ്പോൾ ഈ 3 ലൂപ്പും എഴുതുക. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി, അതായത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴത്തേക്കും ചുമ്മാ 2 മെട്രിക്സ് എഴുതുക. മെട്രിക്സ് എഴുതുമ്പോഴത്തേക്കും ആ മെട്രിക്സിൻ്റെ ആ മെട്രിക്സ് നിങ്ങൾ എഴുതുമ്പം അതിൻ്റെ ആ ഓർഡർ, ആ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് ഓർഡർ ഒന്ന് എഴുതുക. ഇപ്പോൾ 0 0
0 0 0 1 0 0 0 1 സോറി ആദ്യത്തെ എലമെൻറ്റ് 0 0, രണ്ടാമത്തെ എലമെൻറ്റ് എന്താ 0th റോ ഫസ്റ്റ് കോളം, തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 0th റോ സെക്കൻഡ് കോളം. ദെൻ അത് ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സ്, ഇത് എയുടെ മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് എന്ന് പറയുമ്പം എങ്ങനെ എലമെൻറ്റ്സ് വരിക 0 0, അതായത് 0th റോ 0th കോളം, 1 ഓക്കെ 1 0, അതായത് ഫസ്റ്റ് റോ 0th കോളം, ദെൻ 2 0 ഓക്കെ 2 0 വരുമ്പോഴത്തേക്കും തേർഡ് റോ 0th കോളം. അപ്പോൾ ഈ എലമെൻറ്റ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, ഐ ആണ്, ഇതെന്ന് പറയുന്നത് ജെ ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് ഐയും ഇത് കെയും ആണ്. അങ്ങനെ എടുക്കുക, ഇത് ഐ ഇത് കെ. ഇവിടെ വരുമ്പോഴത്തേനും ഇത് കെ ഇത് ജെ. ഓക്കെ, ഇത് ഐ കെ ഇത് കെ ജെ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എ ഓഫ് ഐ കെ, എയുടെ ഐ കെയും ഇൻറ്റു ബിയുടെ കെ ജെയും. അപ്പോൾ ഇതാണ് ആ മെയിനായിട്ട് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതുക. ഇത് ഐ ഇൻറ്റു കെയും ഇത് ഐ കെ എന്ന് പറയുന്നതും ഇത് കെ ജെ എന്ന് പറയുന്ന പൊസിഷൻ. അപ്പം ഇതേ ഇൻറ്റു ഇത് അങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കാനാണ് എ ഓഫ് ഐ ഇൻറ്റു കെ ഇൻറ്റു ബി ഓഫ് കെ ഇൻറ്റു ജെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്ത് വെക്കുക. ഇനി ഇത് മറന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക, ഐ കെ കെ ജെ, ഐ കെ കെ ജെ, അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്കറിയാം നമ്മൾ സം ആഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, സം ഈക്വൽ ടു സം പ്ലസ് എ. അപ്പം സം ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇക്വേഷൻ. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അത് ഈ കെ ലൂപ്പിനകത്ത് എഴുതി വെക്കുക. ഇനി ഈ കെ ലൂപ്പിൻ്റെ പുറത്ത് വരുമ്പോൾ പി ഓഫ് ഐ ജെ, അതായത് ഈ പ്രൊഡക്റ്റ് മെട്രിക്സിൻ്റെ 0 0 എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് പി ഓഫ് 0 0യിൽ എന്ത് വരും, സം കിട്ടിയ 16 എന്ന് പറയുന്ന വാല്യൂ വരും. അതിനുശേഷം സമ്മിൻ്റെ വാല്യൂ ഓരോ തവണയും ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അടുത്ത എലമെൻറ്റിൻ്റെ വാല്യൂ ഇതുപോലെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സം എന്ന് പറയുന്നത് 0 ആക്കുക. അപ്പോൾ ഈ ഒരു 3 കോഡാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ടിൽ വരുന്ന കോഡ്. ആദ്യത്തെ 2 കോഡ് എയും ബിയും റീഡ് ചെയ്യുന്ന കോഡ്, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഈ കോഡ്, അതിനുശേഷം മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യണം. മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നിങ്ങൾ യൂസ് ചെയ്യുന്ന 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ മതി. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എ റോ ഐ പ്ലസ് പ്ലസ്, ദെൻ ഫോർ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ബി കോൾ ജെ പ്ലസ് പ്ലസ്. അപ്പോൾ എ റോയും ബി കോളും വരാൻ കാര്യം മനസ്സിലായല്ലോ. അതായത് പ്രൊഡക്റ്റ് മെട്രിക്സാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എ റോയും ബി കോള് വരെ ആയിരിക്കും. ദെൻ പ്രിൻ്റ് എഫ് ഡി കോമ എ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് പി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, പ്രൊഡക്റ്റ് മെട്രിക്സ് പി ഓഫ് ഐ ജെ. അപ്പോൾ ഇതാ മെട്രിക്സ് പ്രിൻ്റ് ആയിക്കോളൂ. ഓക്കെ, ഇപ്പോൾ മെട്രിക്സിൻ്റെ കേസിൽ എപ്പോഴും ഓർക്കേണ്ടത് 2 ലൂപ്പ് വേണം, ഐയും ജെയും. അപ്പോൾ മെട്രിക്സ് റീഡ് ചെയ്യാൻ വേണ്ടി ഐ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോയും ജെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കോളത്തിനെയും ആയിരിക്കും. 2 മെട്രിക്സ് ഉണ്ടെങ്കിൽ ആദ്യത്തേത് എ റോയും എ കോളോ, എയുടേത് എ റോയും എ കോളും റീഡ് ചെയ്യണം. ബി ആണെങ്കിൽ ബിയുടേത് ബി റോയും ബി കോളവും എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. 2 മെട്രിക്സ് റീഡ് ചെയ്യുന്നതിന് ശേഷം മെട്രിക്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോഡ്. അപ്പോൾ മെട്രിക്സ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും
വി ഹാവ് 3 ലൂപ്സ്. ഐയുടെ ലൂപ്സ് ഉണ്ട്, ജെയുടെ ലൂപ്പുണ്ട്, കെയുടെ ലൂപ്പുണ്ട്. ഐയുടെ ലൂപ്പ് എ റോ വരെയും, ജെയുടെ ലൂപ്പ് ബി കോളം വരെയും, കെയുടെ ലൂപ്പ് ബി റോ വരെയും. ഇനി ഈ സം ഈക്വൽ ടു സം പ്ലസ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ, ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ പ്രൊഡക്റ്റ് ഓഫ് ഐ ജെ ഈക്വൽ ടു സം ഈക്വൽ ടു 0. ഞാൻ നാളെ പ്രോഗ്രാം അയച്ചു തന്ന ആ ഒരു PDF ആണ് നോക്കുന്നതെങ്കിൽ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തപ്പം ഈ ലാസ്റ്റത്തെ സമ്മ് കൊടുക്കുന്നത് വേറൊരു മെട്രിക്സിലായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. നോക്കട്ടെ, ഞാനൊന്നും എഡിറ്റ് ചെയ്തൊന്നും കൂടെ ഞാൻ ആ പ്രോഗ്രാം അയച്ചു തരാം. ഓക്കെ.